ഒന്ന് കുറച്ച് വീഡിയോ കുറച്ച് വല്ല ഒരു ഫോട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ വീഡിയോ ആകുമ്പോൾ പലരും പരാതി പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ഇടുകൊണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നാൽ ഇന്ന് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായക്ക് കടി ഉണ്ടാക്കുന്ന പുറപ്പാടാണ് കേട്ടോ. ആദ്യം നമ്മുടെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്ത് കയറ്റിയതിന് ശേഷം ഞാൻ തല ദിവസം തന്നെ ദോശക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കും. എന്നിട്ട് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി മാറ്റും കേട്ടോ. നമ്മുടെ കാര്യസ്ഥനൊന്ന് മേൽനോട്ടം വഹിക്കാൻ നേരത്തെ കാലത്ത് എണീച്ചിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു ലീലാവിലാസങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നല്ല മൂഡിലാണ് കേട്ടോ പുള്ളിക്കാരൻ. ഉഷാറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, വലിയ അലമ്പൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഓനവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ അടിയിൽ കൂടെ ഇന്ന് ദോശ പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്നിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്കാണ് ഇവിടുന്ന് ഇങ്ങനെ കലപിലാ സൗണ്ട് കേട്ടത്. അതിൽ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ സൈഡ് ഭാഗത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ അയലോക്കത്തെ വീട്ടിലൊക്കെ ആയിട്ട് മുല്ലപ്പൂ ഉണ്ട്. അപ്പം അത് പറിക്കാൻ കുട്ടികളൊക്കെ വന്നതാണ് കേട്ടോ. അപ്പം ഞാനന്ന് പോയി വീഡിയോ എടുത്തതാണേ. നീ മോള് 2 ദിവസം മുല്ലപ്പൂ ചൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെന്താവോ ആൾക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. തലയിൽ പേരൊക്കെ നല്ലോണം വരും എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പോൾ പിന്നെ ആൾക്കൊരു മടി. ഇപ്പം മുല്ലപ്പൂവിന് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കലില്ല കേട്ടോ. പോലും മുല്ലപ്പൂവൊക്കെ പറിച്ചിങ്ങനെ കാണിച്ചു തന്നപ്പോഴേ ഞാനും എൻ്റെ ആ കുട്ടിക്കാലത്തിലെ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി കേട്ടോ. ഒരുപാട് മുല്ലപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് തൊടിയിൽ കൂടിയും പറമ്പിൽ കൂടെയൊക്കെ നടന്ന് രാവിലെ മുല്ലപ്പൂ പറിച്ചൽ ഒരു ചടങ്ങാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒരുപാടുണ്ടാവും. അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് മറ്റേ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ അത് ചെയ്തെടുത്ത്, അതാവുമ്പോൾ സൂചിയൊന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാനും സുഖീകരം. അങ്ങനെയൊക്കെ കോർത്ത് ഉണ്ടാക്കി ഒരു വക തലയിൽ ചൂടും, ഒരു വക ക്ലോക്കിന് ചൂടിക്കൊടുക്കും. അങ്ങനെ കാണുന്നവർക്കൊക്കെ വാതിൽമേലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൂടിക്കൊടുക്കും. പാവക്കുട്ടിക്കും ചൂടിക്കൊടുക്കും. പക്ഷേ അങ്ങനെ കുറേ അധികം പാവക്കുട്ടികളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അന്നത്തെ കാലത്ത്. ആ ഓർമ്മകളൊക്കെ ഇവർക്ക് ഇവരിതാ സൂചിയൊക്കെ വെച്ച് ഇവിടെ അടുത്തുള്ള ഈ തറമ്മ ഇരുന്നിട്ട് തന്നെ കോർത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓർമ്മകളൊക്കെ അയവിറക്കി നമുക്ക് ബാല്യകാലത്ത് നിന്ന് തിരിച്ചു വരാം. നമ്മുടെ ദോശ പരിപാടികൾക്ക് തന്നെ കിടക്കാം കേട്ടോ. ദോശ എന്നാണ് ആ അമ്മച്ചി വീഡിയോ ഒക്കെ ഇല്ല എന്നാ കഴിച്ചോട്ടോ. കുറേ ആയിട്ടോ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കിയതാ. അതുകൊണ്ടായിരിക്കും സെനിമോനൊക്കെ ദോശയൊക്കെ കയ്യിലൊക്കെ പിടിച്ചിട്ട് നല്ല ഉഷാറായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ആ സമയം കൊണ്ട് ഇൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറുകിട പണികളൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പായും പൊതുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. എൻ്റെ അടുക്ക് മക്കളെ എണീച്ച് ഓൽക്കൊക്കെ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ തീർത്തതിന് ശേഷം ഞാനിതാ നമ്മുടെ ദോശയും ചട്നിയും കൂട്ടിയിട്ട് ചായ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ജനുമോൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇന്ന് കാളരാത്രിയാണ് കേട്ടോ. ഇന്നലെ കുത്തിയപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, 1:30 കുത്തിയപ്പേന് കേട്ടോ. അല്ല അത്യാവശ്യം നല്ല വേദന ഉണ്ടായിന് കേട്ടോ. അപ്പോൾ രാത്രി ഒരു 2 മണിക്ക് ഉണർന്നതിന് ശേഷം പിന്നെ പനീൻ്റെ മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ പനിയൊക്കെ ഒന്ന് വിട്ടാണ്. പക്ഷേ ആൾക്ക് ഉറക്കില്ല കേട്ടോ. ആളിവിടെ ഓളോളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. സമയം നേരം വെളുക്കാൻ കാലം 3:30. അപ്പോൾ ഓനവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് എൻ്റെ പണിയും തീർക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ നേരത്തെ നല്ല രീതിയിൽ വെച്ചിട്ട ആ ഒരു ബെഡ്ഷീറ്റാണ് ഈ കോലത്തിൽ കിടക്കുന്നത് കേട്ടോ.
ഇതേ പണിക്കാർക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. തലേ ദിവസം തന്നെ ഇന്ന സാധനമൊക്കെ ഇന്ന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടേന്. അപ്പോൾ കുഞ്ഞുട്ടി രാത്രിക്ക് വേണമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ വരുന്നതിന് മുന്നേ ആ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് ഞാൻ. പിന്നെ ടൈലിൻ്റെ ആ എടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിന് ആ ഒരു സാധനമാണ് കേട്ടോ. എഡ്ജിലൊക്കെ ഉണ്ടായിന് ടൈല് പൊട്ടാണ്ടിരിക്കാനൊക്കെ വെക്കണ ആ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ എടുത്തിട്ട് ഒരാൾ ചട്ടിയിലൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കീനെ. ഞങ്ങൾ ഇതുവരെ ട്രൗസറും കുപ്പായം ഇടാതെ കേട്ടോ. ഇപ്പം ഞങ്ങൾ ട്രൗസറും കുപ്പായൊക്കെ മാറ്റി നല്ല കുട്ടിയായിട്ട് വീഡിയോയിലൊക്കെ എത്തിക്കണേ. ഓനതിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് നിർത്താൻ പറ്റൂല. ചെറിയ ചെറിയ ടൈലിൻ്റെ പുട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് പൊട്ടിക്കും ചങ്ങായി. അപ്പം അതുകൊണ്ട് ഞാൻ അവനിങ്ങനെ പിടിച്ചോണ്ടും. പക്ഷെ ഇവനത് ചോറ്റും കൈയായിട്ട് കോയിനാട്ടിയ മാതിരിയാണ്. വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പണിക്കാർ വരുമ്പോൾ തന്നെ അലക്കിയിടെല്ലാം കഴിച്ചണം. അപ്പം അതിനുള്ള ഓരോ സൂത്രപ്പണികളായിട്ട് ഞാനും ഇറങ്ങിക്കണം കേട്ടോ. ലാസ്റ്റ് പിന്നെ അതൊക്കെ ഇടാൻ ഒരുത്തി വെള്ളം കൊടുത്തപ്പോൾ പിന്നെ അതും കൊണ്ട് ഞാൻ അലക്കണോടത്ത് അവിടെ ഇരുന്നിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ എൻ്റെ അലക്കലൊക്കെ കഴിച്ചിട്ടുണ്ടേനി. അങ്ങനെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയലുണ്ടേ, അലക്കൽ കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു പണി കഴിഞ്ഞ പോലെയാണെന്ന്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്കും അങ്ങനെയാണ്. അലക്കൽ കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം സിനിമോനാണ് കേട്ടോ അലമ്പുണ്ടാക്കുന്നത്. ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടേ ഞാൻ അയലോക്കത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ പോയിട്ടുണ്ടേനി. അപ്പോഴാണ് അവിടുത്തെ താത്ത ഒരു ചക്കൻ്റെ മുറി തന്നായിട്ടാ പഴുത്തും ചെയ്തിക്കണേ. അപ്പം എന്നാലേ അതൊന്ന് വെട്ടി നുറുക്കി എടുത്ത് വെക്കാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറിച്ചിടുമ്പോഴേക്കും ചട്ടിന്ന് തിന്നാനും ആളിവിടെ എത്തിക്കണം കേട്ടോ. പഴുത്ത ചക്കയും പഴുത്ത പപ്പായൊക്കെ കൈ കിട്ടിയ പിന്നെ അപ്പം തന്നെ കാലിയാക്കൂട്ടോ. പിന്നെ കുഞ്ഞുട്ടിക്കില്ല ഞാൻ കുറച്ചങ്ങനെ മാറ്റി വെക്കും. ഒരു മാങ്ങ ഞാനിവിടെ പറിച്ചാതെ വെക്കുന്നുണ്ട് കേട്ടോ. അത് നോട്ടിട്ട് വെള്ളമിറങ്ങി നടക്കലാണ് ഇവിടെ ഓരോരുത്തർക്ക് പണിയിട്ടാ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതാണേ. മത്തങ്ങ വെച്ച് ഒരു ഷോ കാണിക്കുക വെറുതെ. ഞാനേ ഇന്ന് മത്തങ്ങ കറി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ റീൽസിലൊക്കെ ഓരോരുത്തർ കാണാം ഇതൊക്കെ ഇങ്ങനെ കറക്കി എറിഞ്ഞൊക്കെ പിടിച്ചിട്ട്. അപ്പം ഒന്ന് കാട്ടി നോക്കിയതാണ് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ശരിക്ക്. അപ്പോൾ ഏതായാലും ഞാൻ തൂലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമ്മുടെ മത്തൻ കറി സെറ്റപ്പാക്കി ഇട്ടിട്ട് കേട്ടോ. പിന്നെ ഒന്ന് പണിക്ക് ആളുണ്ട് കേട്ടോ. അപ്പം ഓല പണിയും അതിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മത്തന് ഒക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുക്കുക. അതാണ് അത് ചെയ്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ വാങ്ങിയ കുറച്ച് മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് പൊരിച്ചിരിക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിരിക്കണ്. അത് സോയാ ചങ്ക്സും കൂടി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കുതിർക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് സോയാ ചങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇൻഡസ്വാലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതൊക്കെ നമുക്ക് സ്റ്റീലിൻ്റെ കയ്യിലൊക്കെ ഉപയോഗിച്ചാട്ടോ. പക്ഷേ എനിക്കുണ്ടല്ലോ പുതിയത് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതിനോട് കുറച്ച് റെസ്പെക്റ്റും ബഹുമാനമൊക്കെ കുറച്ച് കൂടുതലേക്കാരം. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റീലിൻ്റെ കയ്യിലൊന്നിട്ട് കുത്തി നോവിക്കാതെ മരത്തിൻ്റെ തവിയൊക്കെ വെച്ചിട്ട് ഇളക്കണത് കേട്ടോ. പിന്നെ ഇൻഡസ്വാലിൻ്റെ പാത്രം അടിപൊളിയാണ് കേട്ടോ. ഇതിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കാനും അങ്ങനെയൊക്കെ പറ്റും. നല്ലപോലെ ചൂട് നിൽക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ പരിപാടി പെട്ടെന്ന് തരും. തുടങ്ങിയുള്ള പരസ്യം പറയാൻ എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. നല്ലതാടോ പാത്രം. അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾക്കൊക്കെ ഞാൻ അത് പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പാത്രം വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം, അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. അതും വേണമല്ലോ പറയാം. പിന്നെ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ ഞാൻ പറയുന്ന എൻ്റെ കൂപ്പൺ കോഡില്ലേ ബുഷിറ 12 എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ എനിക്കും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പാത്രം ആവശ്യമില്ലല്ലോ വാങ്ങിക്കൊള്ളിട്ടോ. പിന്നെ എന്നോട് ചിലർ പറയലുണ്ടേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഫ്രീ ആയി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ നല്ലതല്ലാത്ത ഒരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഞാൻ എപ്പോഴും അങ്ങനെ ഓരോന്നിൻ്റെ പരസ്യങ്ങളൊന്നും ചെയ്യലില്ല. ബ്യൂട്ടി കാര്യങ്ങളായിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം പരസ്യങ്ങളൊന്നും എടുക്കാതെ നിൽക്കണതാണ് കേട്ടോ. കാരണം എനിക്ക് ജെന്യുവനാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. അപ്പോൾ പാത്രം വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടപ്പോൾ ജനലിൻ്റെ അവിടെ ഒട്ടിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനലിൻ്റെ അവിടേക്ക് ഒട്ടിച്ചിരിക്കണം കേട്ടോ. പിന്നെ സിങ്കില്ലേ
ഫ്രിഡ്ജിനുള്ള സ്പേസ് ഇട്ടിട്ടില്ലല്ലോ, അങ്ങനെ പല പല സംശയങ്ങൾ ഉണ്ടായിന് കേട്ടോ. പിന്നെ അടുപ്പില്ല, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ആ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിനുള്ള കാര്യങ്ങളും കാരണങ്ങളും പിന്നെ കുറച്ച് എനിക്കറിയുന്ന ടൈലൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പുതിയ വീട് പണിയൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലെ ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഇനിയും എന്തൊക്കെയൊക്കെയാണ് ഇവിടെ ഒട്ടിക്കാനും കുറച്ച് പണികളും ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വാട്ടർ പ്രൂഫിൻ്റെ ആ ഒരു പെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചില്ലേ, അതൊക്കെ ഇവിടെ ഇതാ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ അടി കോൺക്രീറ്റ് ഇടലും അങ്ങനെയുള്ള പണികളൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യണത് എന്താന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് നമുക്ക് പിന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. 2 ബാത്റൂമിൻ്റെ അങ്ങനെ വരുന്നുണ്ട്. ഈ ബാത്റൂമിൻ്റെ അപ്പുറത്ത് റൂമിൻ്റെ കബോർഡ് വരുന്നുണ്ട്. പിന്നെ മറ്റേ റൂമിലുള്ള ബാത്റൂമിൻ്റെ അപ്പുറത്ത് അടുക്കളൻ്റെ കബോർഡാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു പടുവിൻ്റെ പണിക്കാർ ഇത് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബാത്റൂമിന് ചരി വരുന്നത് കൊണ്ട് പിന്നെ വേറെ എല്ലാ ഭാഗത്തൊന്നും നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് തന്നെ ആയത് കേട്ടോ. ബാക്കി 2 സൈഡിൽ ജനലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി വന്നപ്പം അപ്പോൾ ഇതാ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ടുണ്ടേനി. അതിൻ്റെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ അതാ ഇതിലുണ്ട് കേട്ടോ. അപ്പം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടേനു, നിങ്ങൾ ടൈലൊട്ടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ വാട്ടർ പ്രൂഫിങ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഇപ്പുറത്തെ സൈഡിലേക്ക് ഭിത്തിക്ക് നനവ് വരില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ബാത്റൂമിനുള്ള ടൈല് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് ബാത്റൂം ആയിരിക്കും ഒട്ടിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ബാത്റൂമിൻ്റെ ടൈല്? ബാത്റൂമിക്ക് നല്ല വെള്ള ടൈല് വേണം എന്നായിരുന്നു കുഞ്ഞുട്ടിൻ്റെ സജഷൻ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞേ ക്ലീൻ ചെയ്യാൻ നിങ്ങളാരും കൂടുതൽ ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ തനി വെള്ളം വേണ്ട എന്നായി എൻ്റെയും ഇത് കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ ഞങ്ങളൊരു ഓഫ് വൈറ്റിൽ എത്തിയിട്ടോ. അപ്പം എൻ്റെ ആഗ്രഹം നടന്നു, ആഗ്രഹം നടന്നു. വെള്ളക്ക് വെള്ളം ഉണ്ടേനും എന്നാൽ തനി വെള്ളം അല്ലേനും ആ ഒരു രീതിക്ക് കേട്ടോ. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഒട്ടിച്ച് വരുമ്പോൾ നല്ല ഭംഗിയാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിലും വലിയ ഭംഗിക്കൊന്നും പ്രസക്തി ബാത്റൂമിൻ്റെ കാര്യത്തിലൊന്നും കൊടുക്കണില്ല കേട്ടോ. നമുക്ക് അവിടെ ഇപ്പോൾ ഒരുപാട് ഭംഗിയായിട്ട് നല്ല ഗ്ലാമറിൽ ടൈല് വിരിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പം ഏതായാലും അതൊക്കെ ഞാൻ എൻ്റെ വഴിയെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈലിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ 1-2 ദിവസത്തെ വീഡിയോസ് ഒന്നിച്ച് ആണ് കേട്ടോ കാണിക്കുന്നത്, ഒരു ദിവസത്തെ മാത്രമല്ല. അപ്പോൾ ഇനി പിറ്റേ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ മുല്ലപ്പൂ ഇന്ന് പറിക്കാനും മുല്ലപ്പൂ പറിക്കാനും ആരും എത്തിയിട്ടില്ല കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ മക്കളും കടന്നുറങ്ങുന്ന തിരക്കിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും പറിക്കാനും കോർക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇപ്പം അല്ലെങ്കിലും, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വന്നിട്ട് മണത്ത് നോക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഇതിപ്പോൾ അജു മൾബറി ഉണ്ട് കേട്ടോ, അവിടെ അടുത്തത്തെ വീട്ടിൽ, അവിടെ പോയിട്ട് പറിച്ചു കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. മൾബറിയും പിന്നെ അതേപോലെ തന്നെ തടിച്ചിക്കായി, പിന്നെ എന്താ ഇരുളുങ്കായി, അങ്ങനെയുള്ള സംഗതികളൊക്കെ പൊറുക്കി പാഞ്ഞ് ഒക്കെ നടന്നീന് ആ കുട്ടിക്കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കൂട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങളും കിട്ടുമ്പോൾ ഈ കണ്ട മരങ്ങളൊക്കെ കയറിയും പറിച്ചും അങ്ങനെയൊക്കെ തിന്ന് നടന്നീനൊരു കാലൊക്കെ ഞമ്മക്കും ഉണ്ടായിനല്ലേ. എന്ത് കാട്ടിക്കണത്? ഇത് പെൺകുട്ടി തന്നെയാളെ. അയ്യോ പച്ചമണി സ്കൂളൊന്ന് തുറന്ന് കിട്ടിയാൽ മതിനു, ഞാൻ രക്ഷപ്പെട്ടീനു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ജനമോന്. സ്കൂളില്ലാത്തതിൻ്റെ അൺസഹിക്കബിൾ മൊമെന്റ്സ് ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ കുട്ടീനെ പെൺകുട്ടിയാക്കിയിട്ട് ഒക്കെ മാറ്റി ഒരുക്കി അത് കൺവെഷിടാനും ഒക്കെ ഉഷാറായിട്ട് നിന്നും കൊടുത്തിരിക്കണം കേട്ടോ. അഫിമോളില്ലാതുകൊണ്ടാണ് കേട്ടോ നിന്ന് കൊടുത്തത്. അല്ലെങ്കിൽ നിയമോളാണെങ്കിൽ അങ്ങനെയൊന്നും നിന്ന് കൊടുക്കൂല കേട്ടോ. മറ്റോള് പിന്നെ കുട്ടീനെ എടുക്കാനും നോക്കാനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. അപ്പം ഇന്നലെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ ടൈലൊക്കെ ഇതാ വിരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ദിവസേനെ അപ്പോൾ ഉച്ചയായപ്പോൾ ആള് പള്ളിയിൽ പോയ സമയത്ത് ഞാൻ പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ഭാഗമൊക്കെ ടൈലൊക്കെ വിരിച്ചിരിക്കണം കേട്ടോ.
പിന്നെ ഈ ഒരു ബാത്റൂമിന്റെ മാത്രമേ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. മറ്റേ ബാത്റൂം ഇപ്പോൾ ശരിയാക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ അത് ടൈല് വിരിക്കണ ആ സമയത്ത് അതിൻ്റെ വാട്ടർ പ്രൂഫിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് ലൊക്ലാച്ചിയൊക്കെ തോന്നുന്ന വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇന്നലെ നമുക്ക് ചക്ക കിട്ടിയിട്ടില്ലെങ്കിലോ എൻ്റെ ചക്കക്കുരും മുരിങ്ങയും കറി ഭയങ്കര നൊസ്റ്റാൾജിക് സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതിക്ക് എന്താ കോമ്പിനേഷനോ പലതും നമുക്ക് ഏത് രീതിയിലും കഴിക്കാം. പക്ഷെ ഞാനിതിക്ക് ഇന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഉണക്കമീൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ ഇടയിലൊരു 4-5 മിസ്സായത് എന്താ വെച്ചാൽ നമ്മളെ പണിക്കാരന് ചോറ് തിന്ന സമയം ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആള് ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടും, പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ പണിക്ക്. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ കുറേ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു ഇത്തിരി കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തൊരു കുഞ്ഞു ക്ലിപ്പാണ്. പിന്നെ ഞാൻ 4 മണി അതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ മുട്ട ബജി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 4 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ മുട്ട ബജിയിൽ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും ഇട്ടെടുക്കും കേട്ടോ. പിന്നെ ഞാൻ കടലപ്പൊടി മൈദപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് അപ്പസോഡ ഇതെല്ലാം കൂടി വെള്ളത്തിൽ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ആക്കി എടുക്കും. അങ്ങനെ മുട്ട ബജി റെഡിയാക്കി. പിന്നെ ഞാൻ വെള്ളമൊക്കെ കലക്കി വെച്ച് ആ മുട്ട ബജി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഇന്നിപ്പോൾ എന്താവാ മുട്ട ബജി അങ്ങോട്ട് പൊന്തി ഉഷാറായി വന്നില്ല കേട്ടോ. നാരങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവിടെ കയറ്റിട്ടോ ജനുമോന്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞു. അതിനാണ് ഇപ്പോൾ ആ കരച്ചിൽ. പണിക്കാരന് ചായ കുടിക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കലാണ് കേട്ടോ ഞാൻ 4 മണിക്ക്. അപ്പം ഞാൻ ചീത്ത പറഞ്ഞു എന്നുള്ളത് നിയമങ്ങളോടും പോയിട്ട് പരാതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യാമറയ്ക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ഓനെ അത് വലിക്കണത് ശ്രദ്ധിക്കാൻ വിട്ടു പോയതാണ് കേട്ടോ. അപ്പം ഏതായാലും പിന്നെ അപ്പം തന്നെ ശരിയായി കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വിരുന്നാർ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. വിരുന്നാർ ആരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ കുടിയിൽ നിന്നാണെന്നുള്ളത്. അപ്പോൾ കുടിയിൽ നിന്ന് ഉമ്മയും ആങ്ങളെയും നാത്തൂനും വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓല് വിചാരിക്കാത്തടിയിൽ ഒരു 5 മണിയൊക്കെ ആയ സമയത്തിന് ഇങ്ങനെ വരുന്നു കേട്ടോ. ഓല് വന്നപ്പോൾ കൊണ്ടുവന്നത് ഇനി. അപ്പോൾ ഓല് വന്ന് അപ്പം തന്നെ പോകാൻ വേണ്ടിയിട്ട് വന്നത് ഇനി കേട്ടോ. ഇപ്പം ഞാൻ അധികം വിരുന്നൊന്നും പോവാത്തതുകൊണ്ട് കുട്ടികളാണെങ്കിൽ ഓല ആരെങ്കിലും കണ്ട ഞങ്ങളും പോരുന്നുണ്ടേ പറഞ്ഞ് ഭയങ്കര അലമ്പാക്കലേ ആണ് കേട്ടോ. അപ്പം നിയമോള് പോകുക പറഞ്ഞാണ്ട് അലമ്പാക്കിയപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ നിൽക്കി ചോറൊക്കെ തിന്നിട്ട് സാവധാനം രാത്രിക്ക് പോവാം. അത്രയും സമയം ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ കുറേയൊക്കെ പോലെ ആ ഒരു കുടിക്ക് പോണില്ല നിൽക്കണില്ല എന്നുള്ള ആ ഒരു ഇത് മാറി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ വേഗം തട്ടിക്കൂട്ടിയൊരു നെയ്ച്ചോറൊക്കെ ഒന്ന് സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ വിരുന്ന് പോക്ക് ഇല്ല കേട്ടോ. പോയി പിറ്റേന്ന് വരാം. അതേപോലെ തന്നെ നോമ്പ് തുറക്കാനും തലേ ദിവസം പോയി പിറ്റേന്ന് പോന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ്. സ്കൂളൊക്കെ പൂട്ടുന്ന സമയത്ത് നമുക്ക് പണിക്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ കുറേ ദിവസമായി വീട്ടിൽ നിന്നിട്ടും അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെ ഓരോ അലമ്പാക്കലേനി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വരാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.